إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് നൽകുന്നു. പാരത്രിക ലോകം, പരലോകം, മനുഷ്യ കർമ്മങ്ങളുടെ വിചാരണയുടെ ദിവസമാണ്. പ്രവാചക വചനങ്ങളിൽ സുദീർഘമായി പ്രതിപാദിച്ച വിചാരണയ്ക്ക് വേണ്ടിയുള്ള അനന്തമായ ദീർഘിച്ച കാലയളവിന്റെ കാത്തുനിൽപ്പിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകമായ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ വിചാരണ ആരംഭിക്കുകയും പിന്നീട് വിചാരണയുടെ രൂപങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് പ്രവാചക വചനങ്ങളിൽ സുദീർഘമായി വ്യത്യസ്ത തലങ്ങളിൽ ഭാഗങ്ങളെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിന്റെ 49-ാമത്തെ വചനത്തിൽ وَوُضِعَ الْكِتَابُ فَتَرَى الْمُجْرِمِينَ مُشْفِقِينَ مِمَّا فِيهِ, അന്ന് മനുഷ്യകർമ്മങ്ങളുടെ ഏടുകൾ സമർപ്പിക്കപ്പെടും, രേഖകൾ സമർപ്പിക്കപ്പെടും. وَوُضِعَ الْكِتَابُ فَتَرَى الْمُجْرِمِينَ مُشْفِقِينَ فِيهِ مِمَّا فِيهِ, മനുഷ്യകർമ്മങ്ങളുടെ വിചാരണ ആരംഭിക്കുന്ന സമയത്ത്, അവരുടെ രേഖകൾ സമർപ്പിക്കപ്പെടുന്ന സമയത്ത് അക്രമികളായ, തോന്നിവാസികളായ, വൃത്തികെട്ടവന്മാരായ ആളുകൾ ആ തങ്ങളുടെ കർമ്മഫലങ്ങളെ കുറിച്ച് ഓർത്ത് വിലപിക്കുന്നതായി, ഭയപ്പെട്ട് ഭയവിഹ്വലരായി നിൽക്കുന്നതായി കാണാം. അവർ പറയും, യാ വൈലതനാ മാ ലിഹാദൽ കിതാബ്, യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഇതെന്തൊരു രേഖയാണ്! ഇത് ഇന്നേവരെ പരിചയമില്ലാത്തൊരു രേഖയാണല്ലോ. പറഞ്ഞതോ സംസാരിച്ചതോ ആയ, പ്രവർത്തിച്ചതോ ആയ ഒന്നും തന്നെ ഈ വേദഗ്രന്ഥത്തിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ലല്ലോ, ഒന്നും തന്നെ ഈ രേഖയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടില്ലല്ലോ. യാ വൈലതനാ, ഞങ്ങളുടെ നാശമേ, യാ വൈലതനാ മാ ലിഹാദൽ കിതാബി ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ചെറുതോ വലുതോ ആവട്ടെ, എല്ലാം അത് വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടല്ലോ. വവജദൂ മാ അമിലു ഹാദിറാ, അവർ ചെയ്ത കർമ്മങ്ങളെ അവരങ്ങനെ ആ സമയത്ത് അവരുടെ മുമ്പിൽ ഇങ്ങനെ കാണിക്കപ്പെടുകയാണ്. വലാ യദ്ലിമു റബ്ബുക അഹദാ, എന്നതാ വചനം അല്ലാഹു അവസാനിപ്പിക്കുന്നത്. വലാ യദ്ലിമു റബ്ബുക അഹദാ, നിന്റെ റബ്ബ്, നിന്റെ രക്ഷിതാവ് ഒരാളോടും അനീതി കാണിക്കുകയില്ല. ആരുടെ കർമ്മങ്ങളും അവിടെ നിഷ്ഫലമായി പോവുകയില്ല. അതിന്റെ ഫലമെന്താവട്ടെ, അത് തീർച്ചയായും ആ വ്യക്തി അവിടെ നിന്ന് കൊയ്തെടുക്കുക തന്നെ ചെയ്യുമെന്നാണ് വിശുദ്ധ ഖുർആൻ ആ വചനം അവസാനിപ്പിക്കുന്നത്. നോക്കൂ, ലോകാവസാനത്തെ കുറിച്ച് പരാമർശിക്കുന്ന സന്ദർഭങ്ങളിൽ വിശുദ്ധ ഖുർആൻ ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഉഖ്രിജത്തിൽ അർദു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ, ഭൂമി കിടുകിട വിറപ്പിക്കപ്പെട്ടാൽ,
ഉഖ്രിജത്തിൽ അർളു അസ്ഖാലഹ, ഭൂമി അതിന്റെ ഭാരം പുറന്തള്ളിയാൽ. വഖാലൽ ഇൻസാനു മാ ലഹാ, മനുഷ്യൻ അത്ഭുതത്തോടു കൂടി ചോദിക്കും, ഇതെന്തൊരു പ്രതിഭാസമാണ്, ഇതെന്തൊരു പ്രതിഭാസമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ വചനങ്ങൾ നോക്കൂ. യൗമയിദിൻ തുഹദ്ദിസു അഖ്ബാറഹ, യൗമയിദിൻ തുഹദ്ദിസു അഖ്ബാറഹ. അന്നേ ദിവസം ഭൂമിക്ക് ഒരു പണിയുണ്ട്. ഭൂമിയുടെ പണി എന്താണെന്ന് അറിയോ? തുഹദ്ദിസു അഖ്ബാറഹ. ഭൂമിക്ക് ചില വർത്തമാനങ്ങൾ ലോകത്തോട് വിളിച്ചു പറയാനുണ്ട്. ഭൂമി എങ്ങനെ വിളിച്ചു പറയുന്നത്? ഈ ഭൂമി വിളിച്ചു പറയും അഖ്ബാറഹ, അതിന്റെ വർത്തമാനങ്ങൾ അത് തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കും. ബിഅന്ന റബ്ബക ഉഹാലഹ, തീർച്ചയായും അതിന്റെ റബ്ബ് അതിന് ബോധനം നൽകിയതിനാൽ. എന്താണ് അതിന്റെ അഖ്ബാർ? എന്താണ് ഭൂമിക്ക് വിളിച്ചു പറയാനുള്ളത്? ഭൂമിക്ക് വിളിച്ചു പറയാനുള്ളത് എന്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദിഹിൽ ആയ, ഒരു ദിവസം ഈ വചനം പ്രവാചകൻ ഉദ്ധരിച്ചു. എന്നിട്ട് യൗമയിദിൻ തുഹദ്ദിസു അഖ്ബാറഹ എന്ന് ഓതിയ ശേഷം പ്രവാചകൻ സ്വഹാബത്തിനോട് ചോദിച്ചു, അതദ്റൂന മാ അഖ്ബാറഹ, അതദ്റൂന മാ അഖ്ബാറഹ, ഭൂമിക്ക് എന്താണ് ഈ പറയാനുള്ളതെന്ന് നിങ്ങൾക്കറിയോ? ഖാലു അല്ലാഹു വറസൂലുഹു അഅലം. സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹുവും അവന്റെ റസൂലുമാണ് എല്ലാം കൂടുതലായി അറിയുന്നത്. ഖാൽ ഫഇന്ന അഖ്ബാറഹ, അറിയുക, ഭൂമി വിളിച്ചു പറയുന്ന വർത്തമാനം എന്താണെന്ന് അറിയുമോ? അൻ തശ്ഹദ അലാ കുല്ലി അബ്ദിൻ ഔ അമതിൻ, ആ ഭൂമി സാക്ഷിയായിരിക്കും ഓരോ അടിമക്കെതിരെയും, ഓരോ അടിമയുടെ മേലും, അടിമ സ്ത്രീയുടെ മേലും, അഥവാ ആണാവട്ടെ പെണ്ണാവട്ടെ, ദൈവദാസന്മാരായ സർവ്വർക്കും മുകളിൽ അത് സാക്ഷിയായിരിക്കും. മിമ്മ അമില അലാ വഹ്രിഹ, ആ ഭൂമിയിൽ വെച്ച് ചെയ്ത പ്രവർത്തനങ്ങൾ ഭൂമി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. തഖൂൽ അമില യൗമ കദ വകദ, ആ ഭൂമി വിളിച്ചു പറയും. ചില ആളുകൾ, ചിലരൊക്കെ ഇവിടെ വെച്ച് ചെയ്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി ആ ഒരു സന്ദർഭം. ഈ ഭൂമി വിളിച്ചു പറയാണ്. നമ്മുടെ നാട്ടിൽ നമുക്ക് അടക്കി പിടിക്കാമായിരുന്നു. കൈകാലുകൾ സാക്ഷി പറയുകയാണ്. എന്നിട്ട് അവർ ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ ഞങ്ങൾക്കെതിരെ സാക്ഷി പറഞ്ഞത്, നമുക്കെതിരെ സാക്ഷി പറഞ്ഞത്? എന്റെ കൈ സംസാരിക്കാൻ തുടങ്ങിയാൽ എനിക്ക് എന്ത് ചെയ്യാനാണ്? എന്റെ കാല് സംസാരിക്കാൻ തുടങ്ങിയാൽ കാല് പ്രവർത്തിച്ചതിനെ കുറിച്ച്, കൈ പ്രവർത്തിച്ചതിനെ കുറിച്ച് ആ സമയത്ത് ആ അവയവങ്ങൾ മറുപടി പറയുന്നത്, എല്ലാത്തിനും സംസാര വൈഭവം നൽകിയ റബ്ബ് ഞങ്ങളെ സംസാരിപ്പിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? നാവിനെ പോലെ കള്ളം പറഞ്ഞ് ഞങ്ങൾക്ക് ശീലമല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കൈകാലുകൾ വിളിച്ചു പറയും. ഭൂമി വിളിച്ചു പറയാണ്, ഇതാ യൗമ കദ വകദ ആമില കദ വകദ, ഇന്ന ഇന്ന ദിവസങ്ങളൊക്കെ ചില ആളുകൾ ഇന്ന ഇന്ന പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഹദി അഖ്ബാറുഹ, ഇതാണ് അതിന്റെ വർത്തമാനങ്ങൾ. ഇവിടെയാണ് ഗ്രന്ഥം നൽകപ്പെടുമെന്നാണ് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത്. അത് എന്ത് ഗ്രന്ഥമാണ്? നമ്മുടെ കയ്യിലുള്ള, നമ്മൾ കാണുന്നത് പോലെയുള്ള ഒരു ഗ്രന്ഥമാണ്. നമുക്ക് മനസ്സിലാക്കുന്ന ഒരു ഭാഷ പറഞ്ഞു എന്ന് മാത്രം. എഴുതി സൂക്ഷിക്കുക എന്നുള്ള ഒരു സംവിധാനം അന്നുള്ളത് ഗ്രന്ഥങ്ങളിലാണ്. അതുകൊണ്ട് ഗ്രന്ഥം എന്ന് പറഞ്ഞു. ആ ഗ്രന്ഥത്തിന്റെ രൂപം എന്താണ്? നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ കാണുന്ന രീതി എന്താണ്? അതെങ്ങനെയാണ് കാണുന്നത്? ഇതൊക്കെ അവിടെ ചെന്ന് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ്. രേഖയാണ്, ഒരു സംശയവുമില്ല. ഇന്നോളം ലോകത്ത് കാണാത്ത, ഇനി അന്ത്യസമയം വരെ ലോകത്ത് വരാനില്ലാത്ത അത്ര കൃത്യമായ സ്പഷ്ടമായ രേഖയാണ്. സർവകർമ്മങ്ങളെയും രേഖപ്പെടുത്തും. ഒരു പക്ഷേ ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞാൽ വലിയ അത്ഭുതമല്ല. കാരണം ഒരു മനുഷ്യന്റെ ഒരു ദിവസങ്ങളുള്ള പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഒരു വീട്ടിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ കേവലം ഒരു ചെറിയ മെമ്മറി കാർഡിൽ സൂക്ഷിക്കുവാൻ കഴിവുള്ള ആധുനിക ടെക്നോളജി നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത് പറയുമ്പോൾ അതൊന്നും ഒരു അത്ഭുതമല്ല. നാളെ എന്തൊക്കെ കണ്ടുപിടിക്കാൻ പോകുന്നു, ഇതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ എന്തൊക്കെ ലോകം സാക്ഷിയാവാൻ പോകുന്നു ടെക്നോളജിയുടെ രംഗത്ത്. ആ ടെക്നോളജികളെല്ലാം കവച്ചു വെക്കുന്ന ഒരു ടെക്നോളജി അവിടെയുണ്ട്. ഈ പ്രപഞ്ച സൃഷ്ടാവിന്റെ ഒരു ടെക്നോളജി ഉണ്ട്. അതാണ് രേഖ. ആ രേഖയുടെ രൂപം എന്താണെന്നോ, ഭാവം എന്താണെന്നോ, രീതി എന്താണെന്നോ എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്. അങ്ങനെ ആ ഗ്രന്ഥം നൽകപ്പെടുന്ന ചില സന്ദർഭം പറയുന്നുണ്ട്. യാ അയ്യുഹൽ ഇൻസാൻ, അല്ലയോ മനുഷ്യ, ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖി, നീ അതിശക്തമായി തന്റെ റബ്ബിലേക്ക് പ്രയത്നിക്കുന്നവനാണ്. നിന്റെ പ്രയത്നം എന്താവട്ടെ, നീ ചെയ്യുന്ന കർമ്മം എന്താവട്ടെ, നിന്റെ സൃഷ്ടാവിന്റെ മുമ്പിലേക്കാണ് നിന്റെ പ്രവർത്തനം. അവസാനം നീ അവനെ കണ്ടുമുട്ടും. فأما من أوتي كتابه بيمينه فأما من أوتي كتابه بيمينه, അന്നേ ദിവസം തങ്ങളുടെ വലം കൈകളിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന ആളുകളുണ്ട്. അങ്ങനെയാണല്ലോ
നേർക്കുനേരെ അള്ളാഹു അവരുടെ രേഖ അവരെ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് കൊടുക്കുന്ന ചില ആളുകളുണ്ട്. നേർക്കുനേരെ യാതൊരു മടിയുമില്ലാതെ നേർക്കുനേരെ അള്ളാഹുവിന്റെ ഗ്രന്ഥം അവരുടെ രേഖ അവർക്ക് നൽകുകയാണ്. ഇത്തരം ആളുകൾ നിസാരമായ ഒരു വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടും. നിസാരമായ ഒരു വിചാരണ. ആ വിചാരണ കഴിഞ്ഞ് ആനന്ദത്തോടുകൂടി അത്യാഹ്ലാദത്തോടുകൂടി ലോകത്ത് അതിനേക്കാൾ വലിയ വിജയം എന്താ കിട്ടാനുള്ളത്? അതിനേക്കാൾ വലിയ റിസൾട്ട് എവിടെങ്കിലും വന്നിട്ടുണ്ടോ? ഇനി വരാനുണ്ടോ? അതിനേക്കാൾ വലിയ മഹാഭാഗ്യത്തിന്റെ ഒരു സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ടോ? ഒരു മഹാപരീക്ഷ വിജയിക്കുകയാണ്. തുല്യതയില്ലാത്ത ഒരു മഹാ പരീക്ഷ 50,000 വർഷക്കാലം കാത്തുനിന്ന് കിട്ടുന്ന ഒരു റിസൾട്ടാണ്. ആ റിസൾട്ട് കിട്ടുമ്പം ആനന്ദത്തോടുകൂടി അത്യാഹ്ലാദത്തോടുകൂടി തന്റെ വേണ്ടപ്പെട്ടവരുടെ ആരാണ് വേണ്ടപ്പെട്ടവർ? ആ സ്വർഗത്തില് സ്ഥാനം കിട്ടിയവരാണ്. ആ സ്വർഗത്തിന് സ്ഥാനം കിട്ടിയ അവന്റെ കുടുംബക്കാര്, ബന്ധുമിത്രാദികള്, അവന്റെ ആദർശ സുഹൃത്തുക്കള് ആ സ്വർഗീയവാസികളുടെ അടുക്കിലേക്ക് ആനന്ദത്തോടുകൂടി ആ മനുഷ്യൻ പോകുന്ന ചില ആളുകളുണ്ട്. ചില ആളുകൾക്ക് അല്ലാഹു അവരുടെ രേഖ പിന്നിൽ നിന്ന് കൊടുക്കും, നേർക്കുനേരെ കൊടുക്കൂല. ഇതൊരു അപമാനത്തിന്റെ ഇതല്ലേ? അതൊരു അപമാനത്തിന്റെ രൂപമാണല്ലോ. ആളുകളെ നമ്മൾ അഭിവാദ്യം ചെയ്യുമ്പോൾ മുഖത്തോട് മുഖം നോക്കി അവർക്ക് കൈ കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ രീതി. അവരുടെ മുഖം നോക്കാതെ അവരുടെ പിന്നിൽ നിന്ന് അവരെ അഭിവാദ്യം ചെയ്യാന്ന് പറഞ്ഞാൽ അത് അവരെ അവഹേളിക്കലാണ്. അങ്ങനെ അവഹേളിക്കപ്പെടുന്ന ചില ആളുകളുണ്ട്. ആ രേഖ ലഭിക്കേണ്ട താമസം അവൻ നാശമേ എന്ന് അലറി വിളിക്കും. കത്തിയെരിയുന്ന നരകാഗ്നിയിലേക്ക് അവൻ പ്രവേശിക്കും. അവൻ ആഹ്ലാദത്തിലായിരുന്നു, അവൻ ആനന്ദത്തിലായിരുന്നു, അവനെ ആഡംബര പ്രവർത്തനയിലായിരുന്നു, അവന് തോന്നിവാസങ്ങളിൽ ആനന്ദം കണ്ടെത്തിയവനായിരുന്നു. അവൻ ഒരു കാലത്ത് സന്തോഷിച്ച് മതിച്ചു നടന്നവനായിരുന്നു, ഒന്നിനെയും കൂസാതെ ജീവിച്ചവനായിരുന്നു. അവനൊരു വിചാരമുണ്ടായിരുന്നു, മരിച്ചു മണ്ണായാലേ എന്നേക്ക് ആര് പുനർജീവിപ്പിക്കാനാ? അതാ പള്ളിയിൽ നിന്നും മിമ്പറിൽ നിന്ന് ഖതീബിന് പറയാനുള്ള ഒരു വാചകം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദീന് പറയുന്ന ആൾക്ക് പറയാനുള്ള, ആളുകളെ ഭയപ്പെടുത്താനുള്ള ഒരു വാക്ക് മാത്രമല്ലേ? ആരെ ജീവിപ്പിക്കാനാ ഈ മണ്ണിൽ നിന്ന്? ആരാണ് ഈ കബറിൽ നിന്ന്, ഈ പള്ളിക്കാട്ടിൽ കിടക്കുന്ന ഈ കബറിൽ നിന്ന് ആളുകളെ മണ്ണിൽ നിന്ന് പുനർജീവിപ്പിച്ച് വിചാരണ നടത്തുക? അതൊക്കെ ഒരു കഥയല്ലേ? അതൊരു തമാശയല്ലേ? അതൊരു അപസർപ്പന നോവലിൽ വായിക്കും പോലെയുള്ള ചില കേട്ടു തള്ളാനുള്ള സാധനങ്ങളല്ലേ എന്ന് വിചാരിച്ച ചില ആളുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ അടുക്കലേക്ക് മടങ്ങി വരികയില്ല എന്നായിരുന്നു അവന്റെ ധാരണ. ആ ധാരണ മുഴുവൻ പരാജയപ്പെടുക. ആരെങ്കിലും ആലോചിച്ചു, ജീവിതത്തിൽ ഇന്നേ വരെ നേരിട്ടില്ലാത്തൊരു പരാജയം. ഒരു എസ്സേ നടത്തിക്കൊണ്ട് വീണ്ടും പാസ്സാവാനുള്ള ഒരു വകയില്ല, അല്ലെങ്കിൽ ഒരു സപ്ലിമെന്ററിക്കുള്ള വകയില്ല, അതല്ലെങ്കിൽ ഒരു ഇംപ്രൂവ്മെന്റിനുള്ള വകയില്ല. ആ മാർക്കൊന്ന് മെച്ചപ്പെടുത്താൻ വിചാരിച്ചാൽ നമുക്ക് ഇവിടെ മെച്ചപ്പെടുത്തായിരുന്നു. പക്ഷെ അവിടെ അതില്ല. ആ പരാജയം എന്നേക്കുമുള്ള പരാജയമാണ്. ആ പരാജയത്തേക്കാൾ വലിയ പരാജയം നമ്മുടെ ജീവിതത്തിൽ വരാനില്ല. അതാണ് പരാജയം, അതാണ് പരാജയം, അത് മാത്രമാണ് പരാജയം. അവിടെ പരാജയപ്പെട്ടാൽ നാശമേ എന്ന് അലറിക്കരയുകയല്ലാതെ വേറെ ഒന്നും ആ മനുഷ്യന്റെ മുമ്പിലില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആയിഷ റളിയല്ലാഹു അൻഹ അവരെന്ത് കേട്ടാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംശയമുണ്ടെങ്കിൽ അത് ചോദിച്ച് അതിന്റെ കൃത്യത വരുത്തുന്ന ഒരു മഹദിയായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, മൻ ഹുസിബ ഉദ്ദിബ. ആരെങ്കിലും വിചാരണ ചെയ്യപ്പെട്ടാൽ, ആരെങ്കിലും അല്ലാഹുവിന്റെ മുമ്പിൽ വിചാരണക്ക് വിധേയമായാൽ അവൻ നശിച്ചത് തന്നെ, അവൻ ശിക്ഷിക്കപ്പെട്ടത് തന്നെ. ഇത് കേട്ട സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഫഖുൽതു അവലൈസ യഖൂലുല്ലാഹു തആല, അല്ലാഹുവിന്റെ റസൂലേ, അപ്പോൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ ഒരു വചനമുണ്ടല്ലോ, ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ, നിസാരമായ ഒരു വിചാരണക്ക് അവൻ വിധേയമാക്കപ്പെടുമെന്ന്, വയഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ, എന്നൊരു സന്തോഷത്തോടു കൂടി മടങ്ങുമെന്ന്. അങ്ങ് പറഞ്ഞതെന്താ? ആരെങ്കിലും വിചാരണ ചെയ്യപ്പെട്ടാൽ അവൻ നശിച്ചത് തന്നെ, ശിക്ഷിക്കപ്പെട്ടത് തന്നെ. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ അങ്ങ് പറഞ്ഞതിന് വിരുദ്ധമാണല്ലോ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൻ ഹൂസിബ ഉദ്ദിബ എന്ന് താൻ പറഞ്ഞ വചനത്തിന്റെ പൊരുൾ പറഞ്ഞു കൊടുത്തു. വഖാല ഇന്നമാ ദാലികൽ അർബ്. ആയിഷ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ എന്ന പ്രയോഗം ഉണ്ടല്ലോ, അതൊരു കേവല ചടങ്ങ് മാത്രമാണ്. കേവല ചടങ്ങാണ്. അള്ളാഹുവോട് ചോദിച്ചതെന്ന് ആലോചിച്ചു. തിന്നത്, കുടിച്ചത്, ഭക്ഷിച്ചത്, ഭോഗിച്ചത്, അനുഭവിച്ചത് ഓരോന്നും അള്ള എണ്ണി ചോദിക്കാൻ നിന്നാ അവൻ നഷ്ടത്തിൽ തന്നെ, ഒരു സംശയമില്ല. നന്ദി ചെയ്തിട്ടുണ്ടാവും. നമ്മൾ അനുഗ്രഹിച്ച അനുഗ്രഹങ്ങൾക്ക്, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഏതെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹ് വിചാരണ ചെയ്യാനെന്ന് തീരുമാനിച്ചാൽ അവൻ നശിച്ചത് തന്നെ. ഈ പറഞ്ഞതോ അതൊരു ചടങ്ങ്, പേരിനൊരു വിചാരണ എന്ന് പേരിട്ട ചടങ്ങ്. ആ വിശ്വാസി അള്ളാഹു ആ ചോദ്യങ്ങളൊന്നും ചോദിച്ച് പ്രയാസപ്പെടുത്താതെ അന്ന് പേരിന് ഇങ്ങനെ ഉണ്ടാവുമല്ലോ, ഒരു പേരിനൊരു ഇന്റർവ്യൂ നടത്തുന്നതൊക്കെ പറയും പോലെ തീരുമാനിച്ചതാണ് അവൻ അങ്ങോട്ട് പ്രവേശിക്കാൻ. അവന്റെ ജീവിതത്തിൽ പാളിച്ചകളുണ്ട്, അബദ്ധങ്ങൾ വന്നു പോയിട്ടുണ്ട്. അതിനെക്കുറിച്ച് അള്ളാഹു ചോദിക്കാതെ ആ മനുഷ്യനെ ഒരു ചെറിയ വിചാരണ നടത്തിയെന്ന് പറഞ്ഞേക്കുകയാണ് എന്ന് റസൂല് പറഞ്ഞു. എന്നോട് പ്രവാചകൻ പറഞ്ഞു, വലാകിൻ മൻ നൂഖിശൽ ഹിസാബ്. എന്നാൽ അള്ളാഹു ഏതെങ്കിലും ഒരു മനുഷ്യന്റെ വിചാരണ ഗൗരവത്തിലെടുത്താൽ, അള്ളാഹു ഒരു മനുഷ്യനെ വിചാരണ ചെയ്യേണ്ട രൂപത്തിൽ വിചാരണ ചെയ്താൽ ആയിഷ അവൻ നശിച്ചത് തന്നെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹാവിജയത്തിന്റെ, മഹാപരാജയത്തിന്റെ പാരത്രിക ലോകത്ത്, അള്ളാഹുവിന്റെ സ്വർഗീയ ലോകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന യഥാർത്ഥ പുണ്യ പുരുഷന്മാരിൽ, സ്ത്രീകളിൽ, അള്ളാഹുവിന്റെ അടിമകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് നൽകുന്നു. പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്ന ആളുകൾ, വിചാരണക്ക് വിധേയമാക്കപ്പെടുന്ന ആളുകൾ, അവരുടെ കാര്യം മഹാകഷ്ടമാണ്. ആളുകളുടെ മുന്നിൽ ഗംഭീരമായി വസ്ത്രം ധരിച്ച്, ഗംഭീര സ്വഭാവത്തിനുടമയായി അഭിനയിച്ച്, ആളുകൾ കൊണ്ട് ബഹുമാനിക്കപ്പെട്ട് ആദരിക്കപ്പെട്ട മനുഷ്യന്മാർ അവിടെ അല്ലാഹുവിന്റെ മുമ്പിൽ അഭിമാനം നഷ്ടപ്പെടുന്ന കാഴ്ചയാണ്. അവർ ചെയ്തു വെച്ച വൃത്തികേടുകളും തോന്നിവാസങ്ങളും മാലോകർക്ക് മുമ്പിൽ പരസ്യപ്പെടുന്ന ഒരു ദിവസമാണ്. അന്ന് എല്ലാ കതറും ചുളുങ്ങും. അന്ന് വെച്ച പല ചാടികളും പല ദീനിന്റെ വസ്ത്രങ്ങളും അവിടെ വെച്ച് അടിച്ചു മാറ്റപ്പെടും. പല ദീനിന്റെ മേലാളന്മാരായി അറിയപ്പെട്ട പല ആളുകളും ഒന്നുമല്ല എന്ന് അവിടെ പ്രകടമാക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. മാന്യന്മാരായി നടന്ന പലരും വൃത്തികെട്ടവന്മാരായിരുന്നു എന്ന് ലോകത്തിന് മുമ്പിൽ തെളിയിക്കപ്പെടുന്ന ഒരു ദിവസമാണ് ദിവസം. ഒരു മഹാപരാജയത്തിന്റെ, നിന്ദ്യതയുടെ, മഹാപകടത്തിന്റെ ദിവസത്തില് ചില മഹാഭാഗ്യവാന്മാരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്തെ വാഴ്ത്തുന്ന, അല്ലാഹുവിന്റെ അപാരമായ കാരുണ്യത്തെ ഉണർത്തുന്ന ഒരു പ്രവാചക വചനമാണ്. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസാണ്. അന്ന റജുലൻ സഅല ഇബ്നു ഉമർ, ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു വ്യക്തി ചോദിച്ചു, കൈഫ സമിഅത റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഫിൻ നജ്വാ. പരലോകത്തെ ചില രഹസ്യ വർത്തമാനങ്ങളെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് താങ്കൾ കേട്ടിട്ടുണ്ടോ? ഞാൻ ചില വർത്തമാനങ്ങൾ കേട്ടു, സന്തോഷത്തിന്റെ കണ്ണുനീര് പൊഴിക്കുന്ന ചില വർത്തമാനങ്ങൾ കേട്ടു. പരലോകത്ത് ചില രഹസ്യ സംസാരം നടത്തുമെന്ന്, അങ്ങേക്ക് അതിനെ കുറിച്ച് വല്ലതും അറിയുമോ? എന്താണ് അതെന്ന് എന്ന് എനിക്കൊന്ന് വ്യക്തമാക്കി തരുമോ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അത് കേൾക്കേണ്ട താമസം പറഞ്ഞു, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. അല്ലാഹുവിന്റെ റസൂൽ രഹസ്യ സംസാരത്തെ കുറിച്ച് പറഞ്ഞത് ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടിട്ടുണ്ട്. ഇന്നല്ലാഹ യുദ്നിൽ മുഅ്മിന. അല്ലാഹു ചില മഹാഭാഗ്യവാന്മാരായ, അല്ലാഹുവിൽ വിശ്വസിച്ച തൗഹീദിന്റെ ഉടമകളായ ആളുകളെ അല്ലാഹുവിലേക്ക് ഇങ്ങനെ അടുപ്പിക്കും. യുദ്നി, അടുത്തേക്ക് വിളിക്കും. ഫയളഉ അലൈഹി കനഫഹു,
എന്നിട്ട് അള്ളാഹുവും അവരും തമ്മിൽ മറയിടും. പിന്നീട് അവരെ തമ്മിൽ ആർക്കും കാണാൻ കഴിയില്ല. അവർക്കിടയിൽ നടക്കുന്ന സംസാരം ഒരാൾക്കും കേൾക്കാൻ കഴിയില്ല. അള്ളാഹു തന്റെ പ്രിയപ്പെട്ട വിശ്വാസിയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് തന്നിലേക്ക് അടുപ്പിച്ചിട്ട് ആ നിൽക്കുന്ന കോടാനുകോടി മനുഷ്യന്മാർക്ക് ആർക്കും കേൾക്കാൻ കഴിയാത്ത രൂപത്തിൽ മറയിടും. തന്റെ അടിമയോട് ചോദിക്കും, നീ ചെയ്ത ആ തിന്മയെ കുറിച്ച് നിനക്ക് ഓർമ്മയുണ്ടോ? ആരാരും കാണാതെ നീ ചെയ്ത ആ തിന്മ, നീ ചെയ്ത വൃത്തികേട്, നീ ചെയ്ത പാപത്തെ കുറിച്ച് നിനക്ക് അറിയുമോ? നീ അന്ന് ചെയ്തത് നീ ഓർക്കുന്നുണ്ടോ? ആ സമയത്ത് ആ മനുഷ്യൻ പറയും, അതെ റബ്ബേ, ഒന്നും നിഷേധിക്കുന്നില്ല റബ്ബേ. അങ്ങനെ അവൻ ചെയ്ത പാപങ്ങൾ ഓരോന്നോരോന്നായി ആ മനുഷ്യനോട് ചോദിക്കും. അവരൊക്കെ അംഗീകരിക്കും, ഒന്നിനും മറുവാക്കില്ല, സമ്മതിക്കും. അവൻ ഉറപ്പിക്കും, ഞാൻ നശിച്ചത് തന്നെ, എനിക്കിനി ഒന്നുമില്ല, ഞാൻ നശിച്ചു എന്ന് അവൻ ഉറപ്പിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയും, സദർതുഹാ അലൈക ഫിദ്ദുനിയ, സദർതുഹാ അലൈക ഫിദ്ദുനിയ. നിന്നോടുള്ള എന്റെ ഇഷ്ടം കൊണ്ട്, നിന്നോടുള്ള എന്റെ അനുകമ്പ കൊണ്ട്, നിന്റെ വിശ്വാസം കൊണ്ട്, നിന്റെ ഹൃദയം കൊണ്ട് നീ ചെയ്തു പോയ ആ പാപങ്ങൾ, നീ ചെയ്ത വൃത്തികേടുകൾ മറ്റാരും കാണാതെ നിനക്ക് വേണ്ടി ഞാൻ ദുനിയാവിൽ മറച്ചു വെച്ചു തന്നു. ഞാനും നീയും മാത്രമേ അത് അറിഞ്ഞിട്ടുള്ളൂ, ഒരാളും അറിഞ്ഞിട്ടില്ല. ദുനിയാവിൽ ഞാൻ നിനക്കത് മറച്ചു വെച്ചു. ഇന്നേ ദിവസം ഞാൻ നിനക്ക് മാപ്പാക്കുകയാണ്, പുറത്തു തന്നിരിക്കുന്നു, മാപ്പാക്കിയിരിക്കുന്നു, നിന്റെ പേരിൽ ഒന്നുമില്ല ഇനി എന്ന മനുഷ്യനോട് പറയുമെന്നാണ്. എന്നിട്ട് അവന്റെ തിന്മയുടെ ഏട് മാറ്റി അവന്റെ നന്മയുടെ ഏട് അവന്റെ കൈകളിൽ കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് രണ്ടൊന്നും ആലോചിച്ചോ? എല്ലാവരും വിളിച്ച് അവർ ചെയ്ത വൃത്തികേടുകൾ വിളിച്ചു പറയുന്നത്, അവരുടെ മാന്യത പിച്ച് ചീന്തപ്പെടുകയാണ്. ആകെ ഭയപ്പെട്ട് ഭയവിഹുലനായിരിക്കുക. മക്കൾ കേട്ടാൽ, ഭാര്യ കേട്ടാൽ, സഹോദരങ്ങൾ കേട്ടാൽ, തന്നെ കേട്ടിരുന്ന ആളുകൾ കേട്ടാൽ, തന്നെ ബഹുമാനിച്ചിരുന്നവർ കേട്ടാൽ, ഞാൻ അപഹാസ്യനായല്ലോ എന്ന് വിചാരിച്ചു നിൽക്കുന്ന സമയത്ത് അള്ളാഹ് അടുത്തേക്ക് വിളിക്കണം. വിളിച്ചിട്ട് അവരോട് രഹസ്യമായി പറയാണ്, നീ ചെയ്തില്ലടാ, അന്നത് ചെയ്തില്ലേ, ഇന്നിത് ചെയ്തില്ലേ എന്ന് അവൻ ചെയ്ത ഓരോ പാപങ്ങളും ഒരു മനുഷ്യൻ അവിടെ കേൾക്കൂലത്. അവർ രണ്ടുപേരല്ലാതെ, അള്ളാഹുവും അവന്റെ ദാസനുമല്ലാതെ ഒരാളെയും അള്ളാഹ് കേൾപ്പിക്കൂല. അള്ളാഹ് മറ വെച്ചുകൊണ്ട് അവനോട് രഹസ്യം ചോദിക്കാണ്, എന്ന മഹാഭാഗ്യവാന്മാരിൽ രഹസ്യങ്ങൾ വിളിച്ചു പറയാതെ, അപഹസിക്കപ്പെടാതെ ചെയ്തു പോയ പാപങ്ങൾ മാപ്പാക്കപ്പെടുന്ന മഹാഭാഗ്യവാന്മാരിൽ, റബ്ബിന്റെ രഹസ്യ സംഭാഷണത്തിൽ നിന്ന് വിജയം നേടുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ പരലോകത്തിൽ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിൽ ആദർശ സുഹൃത്തുക്കൾക്കൊപ്പം, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പരസ്പരം സ്നേഹിച്ചവർക്കൊപ്പം സന്തോഷത്തോടു കൂടി സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് ധരിച്ചു പിരിഞ്ഞു പോയ ആളുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മഹല്ലിലെ ഒരു മുതിർന്ന സഹോദരൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മെ വിട്ടുപിരിഞ്ഞു. തൗഹീദി ആദർശ രംഗത്ത്, സാമൂഹിക രംഗത്ത് ഒക്കെ സജീവമായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വർഗ്ഗത്തിലെ പ്രവേശനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞു പോയ എല്ലാ നമ്മുടെ സഹോദരങ്ങൾക്കും സഹോദരികൾക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രയാസങ്ങളിലും ദുരിതങ്ങളിലും പിടിച്ചു നിൽക്കാനുള്ള, ക്ഷമിക്കാനുള്ള ഈമാനിന്റെ കരുത്ത് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
അള്ളാഹു നമ്മുടെ ഫിലസ്തീനിലെ സഹോദരങ്ങളെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും പിടിച്ചു നിൽക്കാനുള്ള വിശ്വാസത്തിന്റെ കരുത്ത് അള്ളാഹു അവർക്ക് നൽകിയിരിക്കുന്നു. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف النفوس ثبت نفوسنا على دينك. اللهم يا مصرف النفوس ثبت نفوسنا على دينك. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجر والدينا من النار. اللهم اجر والدينا من النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين امين برحمتك يا ارحم الراحمين. Allah